നമസ്കാരം. ശ്രീജിത്ത് പണിക്കരാണ് കൂടെയുള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. അടിസ്ഥാനപരമായി അവരിലേക്ക് ആളുകൾ, അവർ ന്യൂനപക്ഷ സമൂഹമാണ്, അവരുടെ അവകാശാധികാരങ്ങൾ ഭൂരിപക്ഷ സമൂഹം ഹനിക്കുന്നു എന്ന രീതിയിൽ എപ്പോഴും വാർത്തകൾ വരാറുണ്ട്. ഇന്ന് പക്ഷേ വന്നിരിക്കുന്നത് മലപ്പുറത്ത് തിരൂരങ്ങാടിയിലെ ഒരു കോളേജ് ഉണ്ട്, പോക്കസ് സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്നാണ് അതിന്റെ പേര്. അവിടുത്തെ പ്രധാന അധ്യാപകൻ, പ്രിൻസിപ്പൽ, അവിടെ പരീക്ഷ എഴുതാൻ വന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിയോട് തന്നെ നിക്കാബ്, അതായത് മുഖം മറയ്ക്കുന്ന ആവരണമാണ് നിക്കാബ്, ഇത് ധരിക്കാൻ പാടില്ല, കാരണം പരീക്ഷാ ഹാളിലും കോളേജിനുള്ളിലും നിയമപരമായി നിക്കാബ് ധരിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഇത് വീട്ടിലേക്ക് എത്തുകയും തന്റെ രക്ഷിതാവിനോട് പറയുകയും, രക്ഷിതാവാണെന്ന് പറയുന്ന ഒരാൾ ഈ പ്രിൻസിപ്പളായ അസീസ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചൊരു ഓഡിയോ റിലീസ് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തുകയാണ്. അതിൽ പറയുന്നത്, എന്റെ മകൾ ഉൾപ്പെടെ ജെഎൻയുവിൽ പഠിച്ചതാണ്, ഇത് എന്ത് തരത്തിലുള്ള നിയമമാണ്, ഇത് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ, സത്യത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ പോലും ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം കർണാടകയിലൊക്കെ സംഭവിച്ച ഹിജാബ് റോ മറ്റു രീതിയിലൊന്നായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇവർ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. ഞാനങ്ങനെ കരുതുന്നില്ല. അങ്ങനെ കരുതാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏത് രീതിയിലത്തേക്കുള്ള യൂണിഫോമാണ്, ഏത് രീതിയിലത്തേക്കുള്ള ഡ്രസ് കോഡാണ് ഉണ്ടാകേണ്ടത് എന്നതിനെപ്പറ്റി പൂർണ്ണമായും തീരുമാനമെടുക്കാനുള്ള അധികാരം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതിൻ്റെ മാനേജിങ് അല്ലെങ്കിൽ അതിൻ്റെ ഗവേണൻസ് ഒക്കെ ആരാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ അവർക്കുണ്ട് എന്നത് നമ്മുടെ നാട്ടിൽ കോടതികൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കേരളത്തിൽ തന്നെ കേരള ഹൈക്കോടതി ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇതൊക്കെ തന്നെ വലിയ ലേബർ ഇഷ്യൂ ആയിട്ടൊക്കെ തന്നെ പിന്നീട് സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പോലും പല റൂളിങ്ങുകളും കോടതികളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട്, അതൊരു കമ്പനി ആയിക്കോട്ടെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, അവിടെ ഡ്രസ് കോഡ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ ആവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നതിനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിക്കാബ് ഒരിടത്ത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, ഈ നിക്കാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുഖം മുഴുവൻ മറയ്ക്കുന്ന രീതിയിൽ, കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലത്തേക്ക് ബാക്കി മുഖാവരണം എന്ന രീതിയിലത്തേക്കാണ് അതുള്ളത്. ഞാൻ പറയുന്നത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അതൊരു തൊഴിലിടത്തിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് അവിടവുമായി ബന്ധപ്പെട്ട് നമുക്ക് എംപ്ലോയ്മെൻ്റ് ആണോ, നമ്മൾ സ്റ്റുഡൻ്റ് ആണോ, ഇതിനെയൊക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, മനുജ, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നിക്കാബ് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് എങ്കിൽ പിന്നെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഐഡൻറ്റിറ്റി കാർഡിൽ ഇരിക്കുന്നത് പോലെയാണല്ലോ ഒരാൾ ഇരിക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി എന്തിനാണ് അതിൽ ഫോട്ടോ വെക്കുന്നത്? ഫോട്ടോ വെച്ചിട്ട് ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം നിക്കാബാണ് വെക്കുന്നത് എങ്കിൽ മൊത്തം തല മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നു, മുഖം ഏതാണ്ട് 90% മുകളിൽ ആവരണം ചെയ്തിരിക്കുന്നു, കണ്ണ് മാത്രം കാണാമെന്ന് വെച്ചാൽ നമ്മളാരും ഈ ഐറിസ് സ്കാനർ കൊണ്ട് നടക്കുകയല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിലുള്ള ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ ID കാർഡ് ഉണ്ട് എങ്കിൽ അതിൽ നിക്കാബ് പാടില്ല എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഫോട്ടോ ID കാർഡിൽ ഒരു കുട്ടി നിക്കാബ് ഇല്ലാതെ അതിൻ്റെ മുഖം കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ് എങ്കിൽ അത് ആ കുട്ടി തന്നെയാണ് എന്നെങ്ങനെയാണ് ആ ക്യാമ്പസ് ഉറപ്പുവരുത്തുക? അങ്ങനെ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് മുഖാവരണം പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാമ്പസിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള റണ്ണിങ്ങിന്, അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മുഖാവരണം പാടില്ല എന്ന് പറയുന്നത് കോമൺ സെൻസാണ്. അത് അങ്ങേയറ്റം ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എ സ്റ്റുഡൻറ്റ് നീഡ്സ് ടു ഐഡൻറ്റിഫൈ ദംസെൽസ്. ഈ ഒരു കാര്യമുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഹിന്ദു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന കാര്യമല്ല. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല പറഞ്ഞിരിക്കുന്നത്. ഈ മാനേജ്മെൻറ്റ് തലപ്പത്തിരുന്നു കൊണ്ട് ഇതിനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിക്കുന്നയാളെന്ന് പറയുന്നതും ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ഈ മതത്തിനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് കഴിയുന്നൊരു കാര്യമല്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ MESൻ്റെ കോളേജുകളുണ്ട്. എത്രത്തോളം കോളേജുകളുണ്ട്, എത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ അത് നടത്തുന്നത് ശ്രീ ഫസൽ ഗഫൂറൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥാപിച്ചതാണ്. നമുക്കറിയാം, അവിടെ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ നിക്കാബ് പാടില്ല എന്ന രീതിയിലത്തേക്ക് അവരൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളാണ്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം റൺ ചെയ്യുന്നത് ഈ മുസ്ലിം ട്രസ്റ്റാണ്. കാരണം MES എന്ന് പറയുന്നതിൽ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം എന്നാണ്. അപ്പോൾ അവർ മുസ്ലിമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ മുഖം കാണിച്ചിരിക്കണം, അവിടെ നിക്കാബ് ധരിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനം അവർ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കർണാടകയിലുള്ള, നമ്മുടെ ഉടുപ്പിയിലുള്ള ആ സംഭവം പോലെയല്ല. കാരണം ഇത് സർക്കാരിൻ്റെ റൂളിംഗ് അല്ല,
ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക റിലിജിയനെ ടാർഗറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് ഇതാണ് പുരോഗമനം, അല്ലെങ്കിൽ ഈ രീതിയിലത്തേക്ക് സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടുന്ന ഒരു റിക്വയർമെൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് ഒരു സ്ഥാപനത്തിന് തോന്നുകയാണ്. അങ്ങനെ അതവർ നടത്തിപ്പിക്കുന്നു. പിന്നീട് അതിന് നേരെ പ്രതിഷേധങ്ങളുണ്ടാകുന്നു, ആൾക്കാർ പരാതികൾ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്തും ഇപ്പോഴും ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ നിഖാബ് നിരോധനം എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മൗലികാവകാശത്തിനോ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിനോ എതിരെയുള്ള ഭീഷണിയേ അല്ല. ഇപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് പിന്തുടർന്ന് പോകാനായിട്ട് നമ്മുടെ ഭരണഘടന അവരെ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 25, 26 ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ പബ്ലിക് പ്ലേസിലേക്ക് പോകുമ്പോൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കിതിൽ എത്രത്തോളം പരിധികളാകാം എന്നതുമായി ബന്ധപ്പെട്ട് കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മതത്തിൻ്റെ ഒരു ERP, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഒരു മത ആചാരം എങ്കിൽ അത് അനുവർത്തിക്കാനായിട്ട് നമ്മളെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, നമ്മളെ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉടുപ്പി വിഷയം വന്നിരുന്ന സമയത്ത് തന്നെ കർണാടക ഹൈക്കോടതിയാണെങ്കിലും പിന്നീട് സുപ്രീം കോടതിയാണെങ്കിലും ഈ ഹിജാബ് ധരിക്കുക അല്ലെങ്കിൽ ഒരു ശിരോവസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാം മതവിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതരോടൊക്കെ തന്നെ ഇവർ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കോടതികളിൽ തന്നെ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് ഇസ്ലാം മതവിഭാഗത്തിൽ പറയുന്ന 5 കാര്യങ്ങളാണ്. അതിലൊന്ന് നമുക്കറിയാവുന്നതുപോലെ പരമകാരുണ്യവാനായ അള്ളാഹുവിലും അതേപോലെ പ്രവാചകനുമുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് 5 നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഇവരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞത് ഇവരുടെ ഒരു ത്യാഗ മനോഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരു സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ഒരു പെനൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്കുള്ള ഇവരുടെ ഒരു റമദാൻ മാസത്തിലൊക്കെ എടുക്കുന്ന ഒരു നൊയമ്പുണ്ട്. പിന്നീട് അതിനുശേഷം ഇവർ നിർബന്ധമായിട്ടും ആൾക്കാർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ബാധ്യത കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സക്കാത്തുണ്ട്. അതേപോലെ തന്നെ ഇവർ നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന ഹജ്ജ് കർമ്മങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ മാത്രമേ ഇസ്ലാം മതവിഭാഗത്തിൻ്റെ ERP ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ശിരോവസ്ത്രം, ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഹിജാബ്, ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് നിഖാബ്, ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് പർദ. ആ രീതിയിലത്തേക്കുള്ള ഒരു ഡ്രസ് കോഡ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. അതായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ടുള്ള തിയോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇതില്ല. ആ രാജ്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ നൊയമ്പുണ്ട്, അവരുടെ സക്കാത്തുണ്ട്, അവരുടെ ഹജ്ജുണ്ട്, അവർ ഈ പറഞ്ഞിരിക്കുന്ന പ്രവാചകനെ തള്ളി പറയുന്നില്ല, അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, 5 നേരം അവർ നിസ്കരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എങ്ങും മാറ്റമില്ല. പക്ഷേ ഈ പറയുന്ന ശിരോവസ്ത്രം ഈ രീതിയിലത്തേക്ക് കൊണ്ടുപോവുക എന്നത് അവിടെ ഇല്ല. അതിനർത്ഥം ഇതവരുടെ അനിവാര്യമായിട്ടുള്ള മതത്തിൻ്റെ ഒരു പ്രത്യേകതയല്ല. അപ്പോൾ അത് അനിവാര്യമായ മതാചാരം അല്ലാതിരിക്കെ ഞങ്ങൾക്കിത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഇത് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അംഗീകാരമാകൂ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾക്കൊരു കടയിൽ പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ, നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ തൊഴിലിടത്തിനോ അവരുടെ യൂണിഫോം നിഷ്കർഷിക്കാൻ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നിയമമായിട്ട് കോടതികൾ തന്നെ അംഗീകരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് മുകളിലല്ല. അപ്പോൾ അവിടെയാണ് ഇതിന് പരിധികൾ ഉണ്ടാവുക, പരിമിതികൾ ഉണ്ടാവുക. നേരെ മറിച്ച് സിഖുകാർക്ക് അങ്ങനെയല്ല. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടർബൻ ധരിക്കുക പുരുഷന്മാർ എന്ന് പറയുന്നത് ആ സിഖിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസാണ്. അതുകൊണ്ട് എന്താണ്, അവർ പോലീസിലാണെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം, അവർ പട്ടാളത്തിലാണെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം. പിന്നെ ഈ ഹെൽമെറ്റ് വെക്കുക, മോട്ടോർ വാഹന വകുപ്പ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ പോലും ഈ ടർബൻ ധരിച്ചിരിക്കുന്ന സിഖുകാർക്ക് ഇളവ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എസെൻഷ്യൽ പ്രാക്ടീസാണ്. അവരൊരു കൃപാൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ആയുധമെന്ന് പറയാവുന്ന രീതിയിൽ അത് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ പെർമിറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് അത് പെർമിറ്റഡ്? കാരണം അത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. അവർക്ക് ഇതേപോലെ തന്നെ താടി വളർത്തുക എന്ന് പറയുന്നത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ തുടരുന്ന ആൾക്കാർക്ക് പോലീസിലാണെങ്കിലും താടി വളർത്താനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായിട്ട് അനുവദിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ട്രൂ ന്യൂനപക്ഷമാണ് അല്ലേ? വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇന്ത്യയിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിഖുകാരുള്ളത്. അവർക്കത് പ്രാക്ടീസായിട്ട് അനുവദിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു തടസ്സവാദവും ആരും പറയാറുമില്ല. മറിച്ച് നമ്മുടെ നാട്ടിലോ ഹിജാബ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് വേണ്ട വേണം എന്ന് പറയുമ്പോൾ ഇതേ കാര്യം പോലീസിൽ പോയിട്ടില്ലേ?
പല ആൾക്കാരും പോലീസിൽ പോയതിനു ശേഷം എനിക്ക് താടി വളർത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ കേരള ഹൈക്കോടതി അത്തരം കേസുകൾ പരിഗണിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞു പറ്റില്ല, സർക്കാരിന്റെ തീരുമാനത്തിന് വിട്ടു, പറ്റില്ല. ഹിജാബ് അനുവദിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ സ്റ്റുഡന്റ് പോലീസ് കോർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പോലും ഹിജാബ് വേണ്ട എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഉടുപ്പിയിലെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഹിജാബ് അനുവദിക്കണം എന്ന് പറയും. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരു നയമാണ് പിന്തുടരുക, മറ്റൊരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു നയമാണ് പിന്തുടരുക എന്ന രീതിയിലത്തേക്ക് എന്തിനും ഏതിനും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരും ഇതിലുണ്ട്. അവരാണ് ഞാൻ നോക്കിയിട്ട് ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ യൂണിഫോം നിർദ്ദേശിക്കുന്ന സമയത്ത് ഇത് ആർബിട്രറി ആയിട്ടുള്ള ഒരു തീരുമാനമാണോ, യാതൊരു വിധത്തിലുള്ള റാഷണാലും ഇല്ലാതെയാണോ? ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം തന്നെ അത് സെൻസിബിൾ ആണെന്ന് തെളിയിക്കുന്നില്ലേ? ഐഡന്റിറ്റി കാർഡിൽ നിഖാബ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം പിന്നെ ആ ആളിനെ നമുക്ക് ഈ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. കുറേയധികം ആൾക്കാർ പർദ്ദ ഇട്ട് നിന്നതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇത് നമ്മളെ കാണിച്ചതിന് ശേഷം ഇതാ ഇടത്ത് നിന്ന് 13ാമത് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് സെൻസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്റെ റെലവൻസ് നഷ്ടപ്പെടുകയാണല്ലോ, പ്രയോജനമില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ഈ ഒരു ഐഡന്റിറ്റി കാർഡിന്റെ സ്വത്വത്തിനെ നശിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഒരാൾ ഫേസ് കവർ ചെയ്തിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം റിവീൽ ചെയ്യണം എന്നുള്ള ക്ലോസ് ഉള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. ഇല്ലെങ്കിൽ ഈ നിഖാബിനുള്ളിൽ ഒരു പരീക്ഷാ ഹാളുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണല്ലോ വരുന്നത്. പരീക്ഷാ ഹാൾ കൂടിയാണ്, ക്യാമ്പസ് പോലുമല്ല എന്നുള്ളതാണ്. അല്ല, അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിഖാബിനുള്ളിൽ ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നമില്ലേ? അപ്പോൾ ഈ എൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ധരിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് പറയുകയും ഇതിനുള്ളിൽ ഈ ഐഡന്റിറ്റി കാർഡുമായി വരുന്ന അല്ലെങ്കിൽ ഈ ഹോൾ ടിക്കറ്റുമായി വരുന്ന ആളല്ല എങ്കിലോ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? അപ്പോൾ അതൊക്കെ തന്നെ ഈ സിസ്റ്റത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വിഘാതമാണ്. അപ്പോൾ അവിടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസും അല്ല, ഈ സിസ്റ്റം സ്മൂത്തായി റൺ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ ഐഡന്റിഫൈ ചെയ്യുകയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർബിട്രറി ആയിട്ടുള്ള ഒരു തീരുമാനമല്ല. ഇനി ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതാണോ? നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പം ഉടുപ്പിയിലെ ആ ഒരു സർക്കുലറിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വിശദീകരണം നൽകുന്ന സമയത്ത് അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും മന്ത്രിമാരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു ഹിന്ദു പെൺകുട്ടികളും അന്ന് ഈ തലയിൽ തുണിയിട്ടിട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട്, അതും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറച്ച് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോട് വിവേചനം കാട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു വിവേചനവും ഇവിടെ കാട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പരിഗണന നൽകുന്നുണ്ടോ? അതായത് ഹിന്ദു കുട്ടികൾ തലയിൽ ശിരോവസ്ത്രം ഇട്ടിട്ട് വരാം, പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ ഹിജാബും നിഖാബും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരെയും ഒന്നാകെ ഒരേ രീതിയിൽ തന്നെ ഒറ്റ ക്ലാസ് ആയിട്ട് പരിഗണിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് മതത്തിൻ്റെ പേരിൽ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള മതവസ്ത്രം ഇട്ടിട്ട് നമ്മൾ യൂണിഫോമിൽ പ്രത്യേകത വരുത്താനായിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതോ ഇർറിലീജിയസ് ആയിട്ട് ചിന്തിച്ച് നമുക്കിവിടെ മതവസ്ത്രമല്ല വേണ്ടത്, ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വസ്ത്രമാണ്, അതെല്ലാവർക്കും ഒന്നായിരിക്കണം എന്നാണോ നമ്മൾ പറയുന്നത്? യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, എല്ലാവരും ഒരുപോലെ ഇരിക്കുക എന്നുള്ളതാണ്. പൊതുവിടങ്ങളിലേക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനീക്വൽ പാടില്ലല്ലോ, എല്ലാവരും ഈക്വൽ ആവുന്ന ഒരു സ്പേസ് ആണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യൂണിഫോമിന്റെ പ്രസക്തി തന്നെ വരുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരുപോലെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ മതവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഒരേപോലെ ഇരിക്കുക എന്നുള്ളതിനാണ് യൂണിഫോം. പക്ഷേ യൂണിഫോം ഏർപ്പെടുത്തിയതിന് ശേഷം എൻ്റെ മതത്തിൽ ഇങ്ങനെയാണ്, മറ്റേ മതത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിന്നീട് അതിന് പുറമേ മതചിഹ്നങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് എങ്കിൽ പിന്നെ അത് യൂണിഫോം അല്ല. യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ തെറ്റായിട്ടുള്ള കുറേയധികം പ്രാക്ടീസ് ഉണ്ട്. ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആൾക്കാരെ കൊടുക്കുന്നതിന് വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നതിന് പകരം പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് ഇതിനെ എങ്ങനെ ആംപ്ലിഫൈ ചെയ്യാം, ഇതിനെ എങ്ങനെ നമുക്ക് അപരബന്ധ വിദ്വേഷമായിട്ട് ചിത്രീകരിക്കാം, ഇതിനെ നമുക്ക് എങ്ങനെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതായിട്ട് ചിത്രീകരിക്കാം എന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ MESന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉണ്ടായ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല എന്നുള്ളതും ഇതൊരു ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തുന്നതല്ല എന്നുള്ളതുമാണ്. കാരണം അത് അതേ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള അതിൻ്റെ ഗവേണിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അവരും ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് ലിമിറ്റഡ് ഡാമേജ് മാത്രമേ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കർണാടകയിൽ ഉണ്ടായിരുന്നത് ഹോസ്റ്റൈൽ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന സമയത്ത് കോൺഗ്രസ് ആ നിയമത്തിനെ തന്നെ ഇല്ലാതെയാക്കി മാറ്റുന്നത്. അത് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ആയിട്ടുണ്ട് അവരതിനെ ഇല്ലാതെയാക്കിയിട്ട്. പക്ഷേ ആ ആർഗ്യുമെന്റ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിങ് ആയിട്ട് അവിടെ വീണ്ടും നിൽക്കുകയാണ്. വിശാല ബെഞ്ചിൽ നിന്ന് പോയി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് ഇത്തരം വിഷയങ്ങളിൽ കോമൺ സെൻസ് എന്താണോ പറയുന്നത്, ആർബിട്രറി ആണോ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ,
പോസിറ്റീവോ നെഗറ്റീവോ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രം പരിഗണിക്കുക. അതില്ല എങ്കിൽ ആ പറയുന്ന തീരുമാനങ്ങൾക്ക് അവർക്ക് അത് എടുക്കാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് അതിന് വിധേയമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ കോട്ടയംകാരിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമൂഹമല്ല അവിടെയുള്ളത്. എന്നാൽ പോലും ഞാൻ പറഞ്ഞു കേട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊന്നും ഇപ്പോഴാണ് ഈ പറഞ്ഞ നിക്കാബും പർദ്ദയും ഒക്കെ ഇട്ട് മൂടി നടക്കുന്ന ഒരു സിസ്റ്റം ഉള്ളത്. ഈ നമ്മൾ വെസ്റ്റേണൈസേഷൻ എപ്പോഴും കുറ്റം പറയുകയും എന്നാൽ അതേ സമയത്ത് ഇത്തരത്തിലുള്ള മതപരമായ താല്പര്യങ്ങൾ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇനി നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നാൽ പല എന്താ പറയുക പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് അത് നിർബന്ധിതവും സ്ത്രീകളുടെ ശബ്ദം പോലും വിലക്കുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. എന്നാൽ അതേ സമയത്ത് സൗദി പോലെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സൈഡിലേക്ക് മാറ്റിവെച്ച് ഈ സമ്പത്തിന്റെ വൈവിധ്യവൽക്കരണം നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും സ്ത്രീകൾക്ക് ഇതിന്റെ ആവശ്യമില്ല, മാന്യമായ വസ്ത്രധാരണം എന്ന് അതിനകത്ത് നമുക്ക് ചർച്ചകൾ വേറെ. എന്നാൽ പോലും ഈ പറഞ്ഞ നിക്കാബും പർദ്ദയും ഉൾപ്പെടെ അവിടെ ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട്. ഇത് ആരുടെ സംരക്ഷണമാണ്? ഇത് സത്യത്തിൽ നമ്മളോടൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ സ്ത്രീകൾക്ക് സംരക്ഷണം തരുന്ന ഒന്നാണെന്ന രീതിയിൽ അവരുടെ മതവിശ്വാസം അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള ഇതിനൊരു പൊളിറ്റിക്കൽ വശം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? നിശ്ചയമായും. കാരണം ഇത് പലപ്പോഴും വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള പുരുഷന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ല ഏത് സ്ത്രീക്കാണ് ഇഷ്ടം എന്നൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. അതെ അതെ, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ മതം പറയുന്ന കാര്യമാണോ? അപ്പോൾ മതം പറയുന്ന കാര്യത്തിന് ലോജിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ഡിസ്കഷനാണ്. പക്ഷേ മതം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമായിട്ട് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാജ്യത്തുണ്ട്. പക്ഷേ മതം അങ്ങനെ നിങ്ങളോട് നിഷ്കർഷിക്കുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങളുടെ ഒരു ERP ആണോ, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ധരിച്ചേ മതിയാകൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് യൂണിഫോം തീരുമാനിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബോഡി അതിന് അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിഖാബ് വേണ്ട, ഹിജാബ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, പണ്ട് ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന നായർ തറവാടുകളിലുള്ള പല പുരുഷന്മാരും 2-ാം മുണ്ട് ഒക്കെ ഇട്ടുകൊണ്ട് നടന്നിരുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് യൂണിഫോം ഇട്ടതിന് ശേഷം ഞാൻ നായരാണ്, ഞാനത് കാണിക്കുമെന്ന് പറഞ്ഞ് 2-ാം മുണ്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അപഹാസ്യമായി പോകും എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് നമുക്കൊരു ഫോട്ടോഷൂട്ടിനാണ് എങ്കിൽ, അതല്ല എങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് എങ്കിൽ നമ്മളത് ഇട്ടാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ അവിടെ ഇടുകയും മറ്റൊരു സ്ഥലത്ത് ഇടരുത് എന്ന് നമുക്ക് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ? കാരണം ഇത് എൻ്റെ മതത്തിൻ്റെ, എൻ്റെ ജാതിയുടെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. 2, നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൽ അത്യാവശ്യം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കുറേ പുരുഷന്മാരുള്ള ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ പുരുഷന്മാരാണ് ഇതിൽ പരിധികൾ തീരുമാനിക്കുക. എവിടെ വരെ പറ്റും, എവിടെ വരെ പറ്റില്ല എന്ന കാര്യത്തിൽ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ഉൾപ്പെടെയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്ന ബോഡികളാണ് ഞങ്ങളെന്ന് പറയുന്ന പല ആൾക്കാരും, സമസ്ത ഉൾപ്പെടെ, പൊതുവേദികളിലേക്ക് സ്ത്രീകൾക്ക് ഇരിപ്പിടം നൽകുന്നില്ല. ഒരു പൊതു ചടങ്ങിലേക്ക് ഒരു പെൺകുട്ടിക്ക് അവൾക്ക് അവാർഡിന് അർഹതയുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവാർഡ് കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ സമസ്തയുടെ ഉള്ളിൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ പറയാം, അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സെനറ്റിലോ സിൻഡിക്കേറ്റിലോ വനിതകൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനെ അവർ എതിർക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം യാഥാസ്ഥിതികമായിട്ട് നിന്നുകൊണ്ട് എന്നാൽ ഞങ്ങളുടെ മതം എല്ലാവർക്കും സംരക്ഷണം നൽകുന്നുണ്ട് എന്നുള്ള ഒരു ലൈൻ അതേപോലെ തന്നെ പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട്. നമ്മളിത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് ഇറാനിലും മറ്റും കണ്ടിരുന്ന പ്രതിഷേധം എന്താ? ഞങ്ങൾക്കിത് വേണ്ടുവേ എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. അവരാണ് ഈ ഹിജാബ് എടുക്കുന്നത്, ഹിജാബ് കത്തിക്കുന്നത്, ഹിജാബ് വലിച്ചെറിയുന്നത്, വലിച്ചു കീറുന്നത്, ഇതൊക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഭരണകൂടം ഇത് നിങ്ങളിനി ധരിച്ചിട്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് അനിസ്ലാമികമായ, കാരണം ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസിൽ അതില്ല, അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഇസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ തന്നെയാണ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാം, വേണ്ടെങ്കിൽ ധരിക്കേണ്ട എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള പ്രൊട്ടസ്റ്റിന് പോലും സാധ്യതയില്ല. അപ്പോൾ ഉണ്ടായത് എന്താണ്? അന്താരാഷ്ട്ര ശ്രദ്ധയാണ് അവിടത്തേക്ക് കിട്ടിയത്. അപ്പോൾ ഇസ്ലാമികമായി മാത്രം ചിന്തിക്കുന്ന, ഭരണഘടനാപരമായിട്ട് ഒരു മതവിശ്വാസം പുലർത്തുന്ന രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ പോലും ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഈ ഒരു തിരിച്ചു നടപ്പ് എന്ന് നമ്മൾ പറയാവുന്ന രീതിയിലത്തേക്ക് പലപ്പോഴും ഈ പ്രവണതകൾ, ഇപ്പോൾ മനുജ ചോദിച്ചതുപോലെയുള്ള ഒരു ഡ്രസ് കോഡ് അത് നമ്മൾ കാണുന്നത്, നമ്മുടെ ഒന്നും ചെറുപ്പകാലത്ത് പറഞ്ഞത് വളരെ ശരിയാണ്, ഈ രീതിയിലത്തേക്ക് കണ്ടിട്ടില്ല, ഇപ്പോൾ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഇത് ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എങ്കിൽ അത് അവർ ചെയ്തോട്ടെ, യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. റെസിസ്റ്റൻസ് ഉണ്ടാകും. പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്ന സ്ഥലത്ത് ഇത് പാടില്ല
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഞങ്ങളിത് ധരിക്കും, കാരണം ഇത് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമ്മുടെ നാട് എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ കോടതികളുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അസംബ്ലികൾ, പാർലമെൻ്റ് ഒക്കെ പാസ്സാക്കുന്ന നിയമങ്ങൾ എന്താണോ അത് അനുവർത്തിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അത് പിന്തുടരുന്നതിനുള്ള ഒരു ബാധ്യത ഈ ജനാധിപത്യത്തിലെ ഒരു പൗരൻ എന്ന രീതിയിലുണ്ട്. അവകാശങ്ങൾ മാത്രമല്ല ചുമതലകളുമുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. വളരെ വ്യക്തമാണ് ശ്രീ പണിക്കർ പറഞ്ഞത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പം നമ്മളെ അതിനേക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ സ്കൂളിൽ വരാൻ തന്നെ തയ്യാറാവുന്നത് യൂണിഫോം ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് മറ്റു പല മേഖലയും, ഞാൻ അതിന്റെ ഒരു ചെറിയ വൈകാരികമായ ഒരു അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. യൂണിഫോം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും തുല്യരാണ് എന്ന് കാണിക്കാനാണ്. നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ പഠിക്കുന്നിടത്തിൽ അതൊരു പൊതു ഇടമാണ്. പൊതു ഇടത്തിൽ നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി ആവുന്ന ഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ മതപരമായ ശാസന കൊണ്ട് അത് ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണെന്നുള്ളതിന് ഇന്ത്യയിൽ പോലും ഇപ്പം ശ്രീ തോണിക്കർ പറഞ്ഞ പ്രമാദമായ ഒരു പോയിന്റ് ഉള്ളത് തന്നെ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യം എന്നുകൂടി ആവുമ്പോൾ അതിനെ പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുന്നവർക്ക് മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത വേണ്ടുന്ന ഇടമാണ്. അവർക്ക് അവരുടെ ഐഡന്റിറ്റി എന്താണ്, കോമൺ സെൻസ്, ശ്രീത്ത് പറഞ്ഞ അതേ വാക്ക് തിരിച്ചുപയോഗിക്കുകയാണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എന്തിനാണ്, നിങ്ങളെ തിരിച്ചറിയാനാണ്. നിക്കാബ് ധരിക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ പൊളിറ്റിക്കൽ രീതിയിലേക്ക്, അതിന്റെ പൊളിറ്റിക്കൽ സാധ്യതകൾ ഉപയോഗിച്ച ന്യൂനപക്ഷ പ്രീണനവുമോ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളൊരു ഭൂരിപക്ഷത്തിന്റെ ആക്രമണമായി ചിത്രീകരിക്കുന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപാട് നന്ദി ശ്രീ. താങ്ക് യു.